ഇന്നുണ്ടല്ലോ എല്ലാവരും പരാതി പറയുന്ന ചാമ്പ്യാണ് ദലഹരി. അതിന് മധുരം കുറവാണ്, കറക്റ്റ് പഴുപ്പായില്ല, കറക്റ്റായിട്ട് വിളഞ്ഞില്ല എന്നുള്ളതൊക്കെ പരാതി പറയാറുണ്ട്. അത് നമുക്ക് എങ്ങനെയാണ് ദലഹരിയുടെ കറക്റ്റ് പാകം എന്ന് മനസ്സിലാക്കാം? അതായത് എപ്പോഴാണ് ദലഹരി പറിക്കേണ്ടത്, ഒറ്റവാക്കി ഇപ്പോൾ എപ്പോഴാണ് ദലഹരി പറിക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ദലഹരി മറ്റ് തായ്ലൻഡ് പോലെയല്ല, അത്യാവശ്യം സൈസാവുന്ന ഫ്രൂട്ടാണ്. നോക്കിയാൽ കളർ എനിക്ക് നല്ല സൈസുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു കൈ വെച്ചാൽ തന്നെ ഉണ്ടോ, അത്യാവശ്യം സൈസുണ്ട്. അപ്പം എല്ലാവരും ഈ ഒരു കളറൊക്കെ ആകുമ്പോൾ പറിക്കും, പക്ഷേ ഇതൊന്നും ആയിട്ടില്ല. അപ്പം ഇതെങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ നോക്കാം. ഈ കാണുന്നൊരു ഗ്രീൻ കളറുണ്ട്, ഈ കാണുന്ന വര അതും ഈ ഒരു മെറൂൺ കളറിലേക്ക് മാറണം. മറ്റ് തായ്ലൻഡ് ആകുമ്പോൾ നീളത്തിലൊക്കെ വരുന്ന കാളാണ്, പക്ഷേ ഇത് ഉണ്ടയ്ക്ക് ഭയങ്കര സൈസിലാവും. ഇതാണ് ഒന്ന്, ഈ ഒരു കളർ മാറണം. ഓക്കെ. രണ്ടാമത്തത് ഇതിന് നെടുപ്പ് കണ്ടോ, ഈ കാണുന്ന ഭാഗം ഇതാ ഇവിടെ ഈ ഭാഗത്തേക്കും കൂടെ ഈ ഒരു കളർ ഫുള്ളായിട്ട് കയറണം. അതായത് ഇതായാൽ പോരാ, ഇവിടെ ആയാലും പോരാ, ഇതൊരു സ്റ്റേജാണ്, ഇവിടെ ഒന്നാവണം. കൂടാതെ തന്നെ ഈ കാണുന്ന നെടുപ്പിൻ്റെ ഭാഗത്തും നല്ലപോലെ കളർ കയറി വരണം. അത് ഇനി ഒരു 10-12 ദിവസം കൂടി ഇനി സമയമെടുക്കും. അപ്പം അപ്പോഴാണ് നമുക്ക് കറക്റ്റ് പാകമായെന്ന് പറയാൻ പറ്റുന്നത്. അതാണ് എനിക്ക് മനസ്സിലായി. ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അങ്ങനെയാണ് പറിച്ചു നോക്കി, 2-3 സ്റ്റേജിൽ പറിച്ചു നോക്കി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഏറ്റവും സ്വീറ്റായിട്ട് നമുക്ക് തോന്നുന്നു ഈ ഒരു ഭാഗം കൂടെ കളർ കയറി ഈ ഒരു റെഡ് കളർ അല്ലെങ്കിൽ മെറൂൺ കളർ വരുമ്പോഴാണ് ഈ ഭാഗം കൂടെ ആകുന്നത്. ഇതതിൻ്റെ ചെറിയ കായാണ്. ഇവിടെ തന്നെ കളർ മാറി തുടങ്ങും, നോക്കിയാൽ കാണാം. ഉണ്ടോ, ഇവിടെ ചെറിയ കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കളർ മാറി വേറൊരു ഇത് കാണിച്ചതാണ് കേട്ടോ. കുറേ തേനീച്ചകളൊക്കെ ഒന്നിങ്ങനെ തേൻ കുടിക്കുന്നുണ്ട്. ഇതെല്ലാം അത്യാവശ്യം വലുതായിട്ടുണ്ട്. ഇതുണ്ടോ, ഇതും ഈ പറഞ്ഞ കളർ മാറി തുടങ്ങണം. നമ്മൾ ആദ്യം വിചാരിക്കും ഈ കളർ മാറി തുടങ്ങുമ്പോൾ ഇത്ര ചെറുപ്പത്തിൽ തന്നെ കളർ മാറി, ഇനിയിപ്പോൾ പെട്ടെന്ന് ഈ ഒരു സൈസ് ഉണ്ടാവുള്ളൂ. ഇതിനൊരു കളർ മാറി മെറൂൺ കളറിലേക്ക് വരും. ആ മെറൂൺ കളറിൽ ഈ ഒരു മെറൂൺ കളറാവും. ഈ കാണുന്ന കളറാണ് ആദ്യം മാറുന്നത്. ഈ കളർ ആദ്യം മാറും. അത് കഴിഞ്ഞിട്ട് പയ്യെ ഇതിൻ്റെ മുകളിലേക്ക് കളർ കയറി ഫുൾ മെറൂൺ ആവും. ഏത്, ഒരു ലൈറ്റ് മെറൂൺ. ആ ലൈറ്റ് മെറൂണിൽ തന്നെ കുറേ നാൾ നിൽക്കും. അതിന് ശേഷമാണ് വലുതാവുന്നത്, അത്യാവശ്യം സൈസാവുന്നത്. ഇപ്പം നമ്മൾ നേരത്തെ കണ്ട ഈ ഒരു സൈസിലേക്ക് വരുന്നത് പതിയാണ്. പതിയെ ഈ സൈസിലേക്ക് വരുന്നത്. ഇതുണ്ട്, ഒരു ബഞ്ച് വേറെ വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിലെല്ലാം ഇതിങ്ങനെ ആദ്യം ഉണ്ടയ്ക്കാവും. അത് കഴിഞ്ഞ് ഇത് വലുതായി വരും. അത് കഴിഞ്ഞ് ഈ ഒരു സൈസിൽ കുറേ നാൾ നിൽക്കും. അത് കഴിഞ്ഞ് പതിയെ കളർ മാറി ഈ ഒരു കളറിലേക്ക് വരും, ഈ ഒരു മെറൂൺ കളർ. പിന്നെ ഈ കാണുന്ന ഗ്രീനും കൂടെ മാറി മെറൂണിലേക്ക് മാറണം. കൂടാണ്ട് ഈ കാണുന്ന എടുപ്പിൻ്റെ ഈ ഭാഗത്ത് കളറും കൂടെ മാറണം. അതാണ് കറക്റ്റ് റൈപ്പായ ടൈം. ആ സമയത്ത് നോക്കണം. വേണമെങ്കിൽ അതിനുശേഷം ഒരു 5 ദിവസം കൂടെ 10 ദിവസം 5 ദിവസം കൂടെ നിർത്താലും കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം സ്വീറ്റാവും. നമ്മൾ ഈ ദലഹരി കഴിക്കുമ്പോൾ നേരെ നമ്മൾ മറ്റേ വാട്ടർ ചാമ്പുകൾ അല്ലെങ്കിൽ തായ്ലൻഡ് വെറൈറ്റിക്ക് സൈസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നേരെ എടുത്ത് കഴിക്കാൻ പറ്റും. പക്ഷേ ഇതങ്ങനെ കഴിക്കരുത്. ഇത് നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പറിച്ചിട്ട് പീസാക്കണം. നമ്മൾ ആപ്പിളൊക്കെ മുറിക്കുന്ന പോലെ ഒരു 4, 5, 6 പീസാക്കി ചെറിയ പീസാക്കിയിട്ട് ക്രോസ് മുറിക്കുക. ചെറിയ പീസാക്കിയിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ആപ്പിളിൻ്റെ ടേസ്റ്റ് ഞാൻ അങ്ങനെ പറയില്ല. ആപ്പിൾ എനിക്ക് ഫീൽ ചെയ്താൽ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കൊടുത്തപ്പോഴും അവർ പറഞ്ഞത് ഒരു ആപ്പിൾ കഴിക്കുന്ന ഫീലാണല്ലോടാ എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആ ഒരു സാധാരണ ഒരു ചാമ്പയുടെ ഒരു ഫീൽ കിട്ടില്ല. നമുക്ക് നല്ലൊരു ആപ്പിൾ കഴിക്കും. നല്ല മധുരമാണ്, നല്ല ക്രിസ്പിയാണ്, നല്ല മധുരമാണ്. പിന്നെ കുരുവുണ്ടോ, എല്ലാത്തിലും അല്ല, ചിലതിലൊക്കെ കുരുവുണ്ടാവും. വളരെ ചെറിയ നൈസ് കുരുവാണ്. അപ്പം സീഡ് ഫ്രീ എന്ന് പറയാൻ പറ്റില്ല, സീഡ്ലെസ് എന്ന് പറയാം. ഈ സീഡ്ലെസ് എന്ന് പറയുമ്പം സീഡ് കുറവൊന്നും, സീഡ് ഫ്രീ എന്ന് പറയുന്നത് സീഡ് ഇല്ല എന്നുമാണ് എൻ്റെ അർത്ഥമാക്കുന്നത്. അപ്പോൾ സീഡ്ലെസ് എന്ന് പറഞ്ഞാൽ സീഡ് ചിലപ്പോൾ എല്ലാത്തിന് 1-2 സീഡ് കണ്ടെന്ന് വരാം. സീഡ് ഫ്രീ എന്ന് പറയുന്ന ചാമ്പ എനിക്ക് ഉണ്ട്. ഓൾമോസ്റ്റ് തായ്ലൻഡ് മിക്ക വെറൈറ്റി സീഡ് ഫ്രീ ആണ്, ഒന്നും തന്നെ സീഡ് ഉണ്ടാവില്ല. പക്ഷേ ഇതിൽ സീഡ് ഉണ്ടാവും. അപ്പം സീഡ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന ചെറിയ സീഡ്, വലിയ സീഡ് ചെറിയ സീഡേ ഉള്ളൂ. അപ്പം ഇതാണ് നമ്മൾ ദലഹരി എപ്പോഴാണ് പറിക്കേണ്ടത്, ഏത് സമയത്താണ് പറിക്കേണ്ടത്. ആരും കയറി ഈ ഒരു സൈസിലോ ഈ ഒരു കളറാകുമ്പോഴോ ഒന്നും ഉണ്ട്. നല്ല കളറായിട്ടുണ്ട് ഇവിടെയൊക്കെ. ഈ ഒരു കളർ ഫുള്ളാവണം. ഈ ഒരു കളറിൽ ആരും പറിക്കാൻ നിൽക്കരുത്. കാരണം ഈ കളർ പറിച്ചു കഴിഞ്ഞാൽ മധുരം എന്ന് വെച്ചാൽ ഉണ്ടാവും, പക്ഷേ അതിൻ്റെ ഇരട്ടി മധുരം എപ്പോഴാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കാണുന്ന ഗ്രീൻ കളറും ഈ കാണുന്ന ഗ്രീൻ കളറൊക്കെ ഫുള്ളായി ഗ്രീൻ കളർ മാറി മെറൂൺ വരണം. അതുപോലെ ഈ നെടുപ്പുണ്ട്, ഈ നെടുപ്പിൻ്റെ ഭാഗം ഉണ്ടാവും, ഇപ്പോഴും പച്ച കളറാണ്. ആ നെടുപ്പ് ഭാഗം മാറി എന്താവണം, മെറൂൺ കളറാണ്. അതാണ് കറക്റ്റ് റൈപ്പ് ടൈം, അല്ലെങ്കിൽ കറക്റ്റ് പാകമായ സമയം. അപ്പം എല്ലാവരും ആ സമയത്ത് ദലഹരി പറിക്കുക. ആരും ചാടിക്കയറി പഴത്തിൻ്റെ ഭംഗി കണ്ട് കയറി പറിക്കരുത്. നോക്കി കാണാം, നല്ല രസമാണ് ഇത് കിടക്കുന്നതാണ്. കണ്ടോ, നല്ല ബഞ്ചായിട്ട്. അത് ചിലതിലൊക്കെ ഇതിപ്പം 4 ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മുകളിൽ നോക്കി കാണാം. കണ്ടോ, ഇതിലെനിക്ക് തോന്നുന്നു 9 ഉണ്ട് ഈ കാണുന്ന കുഴക്കകത്ത്.
ഇത് ഫുള്ളാവും. ഈ ഒരു സൈസ് ആയി കഴിഞ്ഞാൽ പൊഴിഞ്ഞു പോക്ക് വളരെ കുറവാണ് കേട്ടോ. ഇതിനും പൊഴിഞ്ഞു പോകത്തില്ല എന്നല്ല ഈ സൈസിൽ, പക്ഷേ പൊഴിഞ്ഞു പോകൽ കുറവാണ് ഈ ഒരു സൈസ്, ഈ ഒരു ലെവലായി കഴിഞ്ഞാൽ. ഇതിന് തടി വെക്കാൻ വേണ്ടി നിൽക്കുന്ന സ്റ്റേജാണ്. ഇനിയിപ്പോൾ പെട്ടെന്ന് തടിച്ചടിച്ച് വരും കണ്ടോ. ഇത് ഇനിയിപ്പോൾ തടിച്ച് അത്യാവശ്യം വലിയ സൈസായി മാറും. അത് കഴിഞ്ഞിട്ട് കളർ മാറി തുടങ്ങി കണ്ടോ. ഞാൻ നേരത്തെ പറഞ്ഞാൽ കളർ മാറി തുടങ്ങി ചെറുതായിട്ട്, പക്ഷേ അത് കാര്യമാക്കണ്ട. ആ കളർ കുറേ നാളങ്ങ് നിന്നിട്ട് പിന്നെ ഇത് വലുതാവും, നല്ല വലുതായി ഈ ഒരു സൈസിലേക്ക് വരും. ഈ സൈസിലേക്ക് വന്നു കഴിഞ്ഞിട്ട് നേരത്തെ പറഞ്ഞ പോലെ ആ ഗ്രീൻ കളറും കൂടെ മാറിക്കഴിഞ്ഞാൽ മാത്രമേ തെലഹരി പറിക്കാൻ പാടുള്ളൂ. ഓക്കെ, ഇപ്പോൾ എല്ലാവരും പരാതിയാണ് തെലഹരി പറിച്ചിട്ട് സ്വീറ്റായിട്ടില്ല, പാകമായില്ല. അപ്പോൾ പാകമാകുന്നത് ഇങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പം എല്ലാവരും അത് പരീക്ഷിച്ച് നോക്കുക. ഈ പറഞ്ഞ പോലെ തെലഹരി വെയിറ്റ് ചെയ്യുക. അത്യാവശ്യം വെയിറ്റിംഗ് ടൈമാണ്. മറ്റ് ചാമ്പുകൾ അപേക്ഷിച്ചിട്ട് ഒരുപാട് ദിവസം കൂടുതൽ തെലഹരി മരത്തിൽ നിൽക്കും, എങ്കിൽ മാത്രമേ പഴുക്കുള്ളൂ, ഈ പറഞ്ഞ സ്റ്റേജിലേക്ക് എത്തുള്ളൂ. അപ്പം എല്ലാവരും അതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതാ ഈ കാണുന്ന മറ്റൊരു സ്റ്റേജാണ്. ഇതിൽ കണ്ടോ ഒരു 7 എണ്ണോളം ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ആ ഒരു ഗ്രീൻ കളറുണ്ട് തണ്ടിൽ, അല്ലെങ്കിൽ ഈ കാണുന്ന ഭാഗം കണ്ടോ, അതാണ് റൈപ്പാത്ത ടൈം. അതും കൂടെ നമ്മൾ ഗ്രീൻ കളർ മാറി മെറൂണിലേക്ക് വരണം. കണ്ടോ, ഇതൊക്കെ കാണുമ്പോൾ പറിക്കാൻ തോന്നും. ഒരു ചെറിയ അത്യാവശ്യം സൈസായി കണ്ടോ. ഇതിപ്പം അത്യാവശ്യം സൈസായിട്ടുണ്ട് ഈ സാധനം. അപ്പം ഈ പറയുന്ന കളറിൽ നമ്മൾ പറിക്കാൻ പാടില്ല. അപ്പം നമ്മൾ തെലഹരി എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും പരാതിയാണ്. നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും പരാതിയാണ്. കറക്റ്റ് ഭംഗിയില്ല, അല്ലെങ്കിൽ കഴിച്ചിട്ട് രസമില്ല, മധുരമാകത്തിൻ്റെ കാരണം റൈപ്പായിട്ടില്ല. ഈ കാണുന്ന സ്റ്റേജ് ഒന്നും ആയിട്ടില്ല. ഈ കാണുന്ന സ്റ്റേജും കഴിഞ്ഞ് ആ ഒരു ഗ്രീൻ കളർ മാറി മെറൂണിലേക്ക് വന്നാൽ മാത്രമേ നമുക്ക് റൈപ്പിംഗ് കറക്റ്റായെന്ന് പറയാൻ പറ്റുള്ളൂ. ഇതിനെല്ലാത്തിലും തണ്ട് എപ്പോഴും ഗ്രീൻ കളർ ഉണ്ട്. ഇവിടെയൊക്കെ ചെറിയ ഗ്രീൻ ഉണ്ട്. അപ്പോൾ നമ്മൾ കാണുമ്പോൾ പറിക്കാൻ തോന്നുന്നതിൽ നമ്മൾ വെയിറ്റ് ചെയ്യുക. അത്യാവശ്യം വെയിറ്റിംഗ് ടൈമുള്ള സാധനമാണ് തെലഹരി. പിന്നെ എല്ലാം കവറിട്ട് വെച്ചേക്കാണ്, പുഴുക്കളോ പക്ഷികളോ ഒന്നും കഴിക്കാതിരിക്കാൻ. അപ്പം ഇതെല്ലാം ഞാൻ ഫുള്ള് കവറിട്ട് വെച്ചേക്കുന്നുണ്ട്. ഇതെല്ലാം കവറിട്ട് വെച്ചേക്കാം. ഇതെല്ലാം കവറാണ് കണ്ടോ. ഇതിനകത്ത് അത്യാവശ്യം കാകളുണ്ടാകുന്നുണ്ട്. ഇവിടെയൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. ഇതിലെല്ലാം കവറിട്ട് വെച്ചേക്കുക. അപ്പം പറഞ്ഞ പോലെ അത്യാവശ്യം ടൈം എടുക്കുന്നതാണ് തെലഹരി. അപ്പോൾ അതും കൂടെ നോക്കിയിട്ട് എല്ലാവരും പറിക്കുക. ഞാൻ ഏതായാലും ഒരു തെലഹരി പറിച്ചു. നിങ്ങളെല്ലാം കാണിക്കാൻ കൂടെ ചെയ്യാമല്ലോ. നേരെ കൈ പിടിച്ച് കാണിക്കാം. മരത്തിൽ നിൽക്കുന്നക്കാർ നല്ലതല്ലേ. ഇതുണ്ടോ, അത്യാവശ്യം സൈസുണ്ട്. ഇതിപ്പോൾ എനിക്ക് 100-150 ഗ്രാമിൻ്റെ മുകളിൽ എന്തൊക്കെയാണ് സൈസുണ്ട്. 200 ഗ്രാമിൻ്റെ അടുത്തുണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം അത്യാവശ്യം നോക്കി എൻ്റെ കയ്യിൽ ഫുള്ളാണ്. അപ്പോൾ നമ്മൾ മറ്റ് തായ്ലൻഡ് പോലെ അല്ല തെലഹരി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തെലഹരി സൈസാവും, നല്ല സൈസാവും. മറ്റേ നമ്മുടെ തായ്ലൻഡ് വെറൈറ്റികളൊക്കെ നീളത്തിനാണ് മിക്കവും കാണാറുള്ളത്, ഇത്ര സൈസ് വെക്കാറില്ല. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു കളറുണ്ട്, ഈ കാണുന്ന കളറ് മാറണം, ഫുള്ള് മെറൂൺ ആവണം. ഈ തണ്ടിൽ ഈ കാണുന്ന ഭാഗത്തും കളറ് ഫുള്ള് കയറി മെറൂൺ ആവും. അപ്പോഴാണ് ഇത് കറക്റ്റ് പറിക്കേണ്ട സമയം. ഇതാണ് തെലഹരി പറിക്കേണ്ട കറക്റ്റ് സമയം. ഓക്കെ, ഈ കാണുന്ന ഞെരുപ്പിലും കൂടെ കളറ് കയറി ഫുള്ള് സൈസായി കഴിഞ്ഞെങ്കിൽ കളർ മാറി മെറൂൺ കളറായതിന് ശേഷം മാത്രമേ തെലഹരി പറിക്കാൻ പാടുള്ളൂ. ഈ പറഞ്ഞ ഭാഗത്തൊക്കെ ആ കളർ മാറും. കാരണം ഇതൊക്കെ നമ്മൾ കറക്റ്റ് ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെയാണ് തെലഹരി നമുക്ക് ഉണ്ടായി കഴിയുമ്പോൾ. പിന്നെ ഏജ് കൂടുന്നതനുസരിച്ചിട്ട് കുറച്ചും കൂടെ സൈസ് വരാനും അതിൻ്റെ കുറച്ചും കൂടെ കളർ വ്യത്യാസം വരാനൊക്കെ സാധ്യതയുണ്ട്. പിന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ വേറൊരു കാര്യമുണ്ട്. അതായത് തെലഹരിക്കകത്ത് മറ്റേ ചുമപ്പ് കളർ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതെനിക്ക് തോന്നുന്നു നമുക്ക് ഇവിടുത്തെ കാലാവസ്ഥയുടെയാണോ ഇനി നമുക്ക് കിട്ടുന്ന തൈടെയാണോ അറിയില്ല, അങ്ങനെ കണ്ടുവരാറില്ല. ചെറിയ തോതിൽ റെഡിഷ് കളർ കയറുന്നുണ്ട്. പക്ഷേ എന്നാൽ നമ്മൾ ഫോട്ടോയിൽ കാണുന്ന പോലെ എൻ്റർ ഫ്ലഷും റെഡായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഞാൻ ഒരു വീഡിയോയിൽ ഏതൊരു ചാനലിൽ മറന്നുപോയി, ആ ചാനലിൽ വീഡിയോയിൽ ആ സുഹൃത്ത് പറയുന്നൊരു കാര്യം കേട്ടു. എനിക്കത് അങ്ങനെ തന്നെ എനിക്കും തോന്നി. അതായത് നമ്മുടെ ഇപ്പം ഒരു ചാമ്പ വെറൈറ്റിനെ പല സമയത്ത് പല തരത്തിൽ മ്യൂട്ടേഷൻസ് സംഭവിക്കാറുണ്ട്. ഇപ്പോൾ നമ്മുടെ ഉമ്മർ ചാമ്പ എന്ന സാധനം ലോകത്തില്ല, അത് നമ്മളിട്ട പേരാണ് ഉമ്മർച്ചാമ്പ. അദ്ദേഹത്തിന് കിട്ടിയ ഒരു തായ്ലൻഡ് വെറൈറ്റിയാണ്. ആ തായ്ലൻഡ് വെറൈറ്റി നല്ല ബെസ്റ്റ് തായ്ലൻഡ് വെറൈറ്റി. എന്തെങ്കിലും മ്യൂട്ടേഷൻ സംഭവിച്ചിട്ട് കിട്ടിയ ഒരു തായ്ലൻഡ് വെറൈറ്റി ആവാൻ സാധ്യതയുണ്ടല്ലോ. അപ്പം അത് അദ്ദേഹത്തിന് കിട്ടി. ഇനി അദ്ദേഹം ഏത് നഴ്സറിയിൽ നിന്ന് വാങ്ങിയോ ആ സമയത്ത് അവിടെ നിന്ന് വാങ്ങിയവർക്കെല്ലാം അതേ ക്വാളിറ്റി തൈ തന്നെ കിട്ടിയിട്ടുണ്ടാകും. പക്ഷേ കുറച്ചും കൂടെ മാർക്കറ്റ് വന്നത് ഉമ്മർക്കാടെ കയ്യിൽ നിന്ന് ഉണ്ടായാൽ അവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്തെടുത്ത് അല്ലെങ്കിൽ അവിടെ നിന്ന് ലെയർ എടുത്ത തൈകൾക്കാണ്. അപ്പം അതുകൊണ്ട് ഉമ്മർച്ചാമ്പ എന്ന് പറയും. പക്ഷേ ലോകത്ത് ഉമ്മർച്ചാമ്പ എന്ന് പറഞ്ഞ ചാമ്പ ഉണ്ടോ? ഇല്ല. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പം അതുപോലെ ഇപ്പം നമ്മുടെ ഈ തെലഹരി തന്നെ പല വെറൈറ്റികളുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം ആ യൂട്യൂബ് ചാനലിൽ പറഞ്ഞ പോലെ അത് വേറൊരു ഏതെങ്കിലും വെറൈറ്റി തെലഹരി ആയിരിക്കാം. അത്രയും റെഡ് കളർ അകത്ത് വരുന്നത്. ഇതിനുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്, ചെറിയ തോതിലുള്ളൂ. പിന്നെ
വർഷങ്ങൾ കഴിയുന്തോറും മരങ്ങൾക്ക് പ്രായം വെക്കുമ്പോൾ ഇനി മാറ്റം വരുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഏതായാലും ഇപ്പോൾ നമുക്ക് ഉണ്ടായിട്ടുള്ള ഒന്നിൽ തന്നെ ഞാൻ കഴിച്ച ഒന്നിൽ തന്നെ റെഡ് കളർ ഞാൻ കണ്ടിട്ടില്ല. അപ്പം എനിക്ക് അങ്ങോട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം സത്യമാണെന്നറിയില്ല, നമുക്കിനി ഭാവിയിലേക്ക് നോക്കുമ്പോൾ കാണാം. മരമൊക്കെ കുറച്ച് പ്രായമാകട്ടെ, അപ്പോൾ നമുക്കറിയാമല്ലോ എന്താണ് അതിൻ്റെ അവസ്ഥ. അപ്പം ഡൽഹരി നേരത്തെ പറഞ്ഞ പോലെ ഡൽഹരിയുടെ റൈപ്പിംഗ് ഈ കാണുന്ന ഞെട്ടിൻ്റെ ഭാഗം കൂടെ റെഡ് കളർ ആവണം, എങ്കിൽ മാത്രമേ അത് പറിക്കാൻ പാടുള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് പറിച്ച് നോക്കിയേ ഉള്ളൂ. പറിച്ച് നോക്കിയല്ല, നിങ്ങൾ കാണിക്കാൻ വേണ്ടി പറിച്ചെന്നേ ഉള്ളൂ. അപ്പം എനിക്കറിയാം ഇത് ഒന്നും ആയിട്ടില്ല എന്ന്. ക്രിസ്പിയാണോ ചെയ്യുന്ന സമയത്ത് ക്രിസ്പിയാണ്, പക്ഷേ മധുരമായിട്ടുണ്ടാവില്ല, കുറച്ചും കൂടെ മധുരം ആകാനുണ്ട്. ആ മധുരം ആകുന്നതാണ് ഈ കാണുന്ന ഭാഗമൊക്കെ, ഈ കാണുന്ന വരയൊക്കെ മാറി ഫുള്ള് മെറൂൺ കളർ ആവണം. ഈ കാണുന്ന വരയൊക്കെ മെറൂൺ കളർ ആവണം, ഈ കാണുന്ന ഞെടുപ്പിൻ്റെ അവിടെ മെറൂൺ കളർ ആവണം, എങ്കിൽ മാത്രമേ കറക്റ്റ് റൈപ്പിംഗ് ടൈം ആവുള്ളൂ.